ഹായ് എവ്രിവൺ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നുള്ളതും എങ്ങനെയാണ് നിങ്ങൾക്കത് ബിസിനസ് വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും എങ്ങനെയാണ് മറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിങ്ങിനേക്കാൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി നമുക്ക് ഹെൽപ്ഫുൾ ആവുക എന്നുള്ളതിനെ കുറിച്ചിട്ടും പറയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടൈപ്പിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകൾ കുറച്ച് അധികം ഫോളോവേഴ്സ് ഉള്ള ഇൻഡിവിജ്വൽസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നിരവധി താരങ്ങളെ അറിയാം അല്ലേ. മേ ബി ബ്യൂട്ടി കാറ്റഗറിയിൽ ഇന്ന പേര്, ലൈഫ് സ്റ്റൈലിൽ ഇന്ന പേര്, ട്രാവലിൽ ഇന്ന പേര് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മലയാളത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മികച്ചത് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ചില മുഖങ്ങൾ നമുക്ക് എടുത്തു പറയാനായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റാറുകളെ ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് അവർ മുഖാന്തരം പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ചിലപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിന് പേ ചെയ്യേണ്ടതായിട്ട് വരും. നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും പേ ചെയ്യേണ്ടതായിട്ട് വരും. ചിലർ ഇപ്പോൾ നമ്മുടെ ബ്രാൻഡിനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ് നമ്മളെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് മേ ബി അവർ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു കൊളാബറേഷൻ അവർ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാഷ് ഇല്ലാതെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ഓഫർ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ സർവീസസ് മാത്രം അവർ റിട്ടേൺ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ബ്രാൻഡിനെ അവർ പ്രൊമോട്ട് ചെയ്തേക്കാം. അത് എന്താണ്, നമ്മൾ പേയ്മെൻ്റ് ഒന്നും ഏറെ ചെയ്യാതെ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് മാത്രം കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൊളാബറേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മോണിറ്ററി പേയ്മെൻറ്റ് ക്യാഷ് ആയിട്ട് തന്നെ ഒരു എമൗണ്ട് പേ ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഇങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോംസിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആളുകളെയാണ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് അല്ലെങ്കിൽ കുറച്ചധികം ലോയൽ ആയിട്ടുള്ള ഓഡിയൻസ് അവരുടെ ഫോളോയിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഏത് നിഷിൽ അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിയിലാണോ വരുന്നത് അതിനുമായിട്ട് സാമ്യതയുള്ള ടാർഗറ്റഡ് ഓഡിയൻസ് ഉള്ള ഒരു ഓഡിയൻസ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനും ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊമോഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഒരു സോർട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രാവൽ കാറ്റഗറിയിലുള്ള ഒരു ഇൻഫ്ലുവൻസറെ സമീപിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മേ ബി ഇപ്പോൾ ബ്യൂട്ടി കാറ്റഗറിയിലുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓഡിയൻസിലും ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ട്രാവലിങ്ങിനോട് നല്ല താല്പര്യമുള്ള ഓഡിയൻസ് ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ അധികം ചാൻസസ് ആണ് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറിൻ്റെ അടുത്ത് നമ്മൾ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെയും അതായത് ഇൻഫ്ലുവൻസറിൻ്റെ ഓഡിയൻസിനെയും മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് മറ്റ് ടൈപ്പിലുള്ള മാർക്കറ്റിങ്ങിനേക്കാൾ എഫക്റ്റീവ് ആവുന്നത് എന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനും നമ്മുടെ ഒരു ഒതൻറ്റിസിറ്റി കാണിക്കാനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് ഒബ്വിയസ്ലി അവരുടെ ഫോളോവേഴ്സായിട്ട് കുറച്ചുകൂടി ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അത് അവരുടെ അതായത് ആളുകൾ ഇന്നൊരാളെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഡിപ്പെൻസ് ആണ് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഓഡിയൻസും ഓക്കെ ഇന്ന ആൾ പറഞ്ഞതാണല്ലോ അല്ലെങ്കിൽ ഇന്ന ആൾ റെക്കമെൻഡ് ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ആളുടെ ഒരു ട്രസ്റ്റിൻ്റെ മുകളിൽ അവരെ കുറേ കൂടി നമ്മുടെ ഈ ഒരു റെക്കമെൻഡേഷൻ, അതായത് അവർ നമ്മളെ ബിസിനസ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അത് ജെനുവിൻ ആണ് എന്നൊരു ഫീലിംഗ് അവർക്ക് ഓഡിയൻസിന് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ട്രഡീഷണൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നല്ലതാണെന്ന് നമ്മൾ തന്നെ പറയുകയാണ്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആവും ഒരാൾ ഓൾറെഡി ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും ഉള്ള ഓഡിയൻസിന് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി അത് എഫക്റ്റീവ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ ഫാക്ടർ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നിഷിലുള്ള അതേ നിഷിൽ അല്ലെങ്കിൽ അതേ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസറെ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയും നമ്മളുടെയും ടാർഗറ്റഡ് ഓഡിയൻസ് സെയിം ആയത് അല്ലെങ്കിൽ സിമിലർ ആയതുകൊണ്ട് തന്നെ മറ്റു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിനേക്കാൾ എഫക്റ്റീവായിട്ട് നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ സർവീസസിന്
താല്പര്യം ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് എൻഗേജ്മെന്റ്സ് ആണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ ഈ ഒരു ബിസിനസ്സിന്റെ മുകളിൽ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നാച്ചുറലും സീംലെസ്സുമായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആളുകളിൽ നിന്നൊരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് ഇന്ന ഒരു ആക്ടിവിറ്റിക്ക്, ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റാണ്, നമ്മുടെ ഒരു വെബ്സൈറ്റാണ് അവർ സജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളും ഈ ഒരു പ്രൊഡക്റ്റിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന ആളുടെ അല്ലെങ്കിൽ ഇന്ന ബിസിനസ്സിന്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അതിന് കുറച്ചുകൂടി നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. നാലാമത്തെ കാര്യം കോസ്റ്റ് എഫക്റ്റീവ്നെസ് തന്നെയാണ്. അതായത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ല പോലെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് മറ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള TV കൊമേഴ്ഷ്യൽസോ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ട് നമ്മൾ ആഡ്സ് ചെയ്യുന്നതിനേക്കാളൊക്കെ കുറച്ചുകൂടി എഫക്റ്റീവ് ആണ്. അത് നമുക്കിപ്പോൾ ഒരു മാസ് അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലൊരു എമൗണ്ട് തന്നെ, ബജറ്റിൻ്റെ നല്ലൊരു എമൗണ്ട് തന്നെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ ഇത്ര പോലെ ആയിട്ട് ഒരു മേ ബി ഈ ഒരു മന്ത് നമുക്ക് ഇത്ര. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേഷൻ ആണ്. ഇൻഫ്ലുവൻസേഴ്സ് ഡെഫിനറ്റ്ലി നല്ലപോലെ കണ്ടന്റ് ക്രിയേറ്റിംഗ് ചെയ്യുന്നതിൽ സ്കിൽഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രാൻഡിന്റെ മുകളിലും അവർക്ക് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വിഷ്വലി നല്ലപോലെ അപ്പീലിംഗ് ആവുന്ന രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഈസി ആയിരിക്കും. അത് നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് എങ്ങനെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മാർക്കറ്റിങ്ങിൻ്റെ ഏത് കാര്യം പറയുമ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിൻ്റെ ഡെമോഗ്രാഫിക്സ് എന്താണെന്നുള്ളതും ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതും ബിഹേവിയർ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നോട്ട് ചെയ്യണം. എന്നിട്ട് വേണം ഈ ഒരു ഏതൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാനായിട്ട്. ഇങ്ങനെ നിങ്ങൾ ടാർഗറ്റഡ് ഓഡിയൻസിനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടെത്താനും നമുക്ക് ഈസി ആയിരിക്കും. നമ്മൾ ഒരു ഐഡിയയും ഇല്ലാതെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ടാർഗറ്റഡ് ഓഡിയൻസിനെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള രീതിയിലുള്ള ടാർഗറ്റഡ് ഓഡിയൻസ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ആണ് നമുക്ക് വേണ്ടത് എന്നുള്ള ധാരണയോട് കൂടിയിട്ട് നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇനി ഇതിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ തിരയുക എന്നുള്ളത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മേ ബി മലയാളം അല്ലെങ്കിൽ കേരളത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയാണ് നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മേ ബി നിങ്ങളുടെ പ്രൊഡക്ട്സിന് കർണാടക റീജിയനിൽ ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ എന്ത് ബേസിസിലാണ് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ വേണ്ടതെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾ ടാർഗറ്റഡ് ഓഡിയൻസ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാം. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ, ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇവരെ നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്ന് തന്നെ റീച്ച് ഔട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ എടുത്തിട്ട് വാട്സാപ്പിലോ അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ID ത്രൂ ചെയ്യാം. അപ്പോൾ പൊതുവേ നല്ലപോലെ ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർ ചാർജ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം ബഡ്ജറ്റ് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെ, അതായത് വലിയ ഫോളോവേഴ്സ് ഇല്ലാത്ത എന്നാൽ ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാക്കുന്ന ഭാവിയിൽ പ്രതീക്ഷയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്തതിന് ശേഷം അവരുമായിട്ട് കൊളാബ് ചെയ്യുന്നതായിരിക്കും ചെറിയ ബ്രാൻഡ്സിന് കുറച്ചുകൂടി എഫക്റ്റീവ് ആവാം. അപ്പം നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് മാച്ച് ആവുന്ന, നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസിനും മാച്ച് ആവുന്ന രീതിയിലുള്ള സിമിലർ ആയിട്ടുള്ള ഓഡിയൻസ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ഇൻഫ്ലുവൻസർ ഒതന്റിസിറ്റി ആൻഡ് എൻഗേജ്മെന്റ് എന്നുള്ളതാണ്. അതായത് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് അവരുടെ നമ്പർ ഓഫ് ഫോളോവേഴ്സ് മാത്രം നോക്കാതെ, അതായത് മേ ബി നല്ലൊരു ബിഗ് നമ്പർ ഓഫ് ഫോളോവേഴ്സ് നിങ്ങൾ കണ്ടു, അപ്പോൾ തന്നെ റീച്ച് ഔട്ട് ചെയ്തു, അതിനായിട്ട് കൊളാബ് ചെയ്ത് ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ പ്ലാൻ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ ജസ്റ്റ് അവരുടെ എൻഗേജ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ നോക്കുക. അവരുടെ ആ ഒരു കമൻറ്റ് സെഷനിൽ അല്ലാന്നുണ്ടെങ്കിൽ ലൈക്സ് എത്ര കിട്ടുന്നു, ഷെയർസ് എത്ര പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിന് നമുക്ക് ഏത് പ്ലാറ്റ്ഫോംസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട്
പല വഴികളുണ്ട്. അതുപോലെ ലൈക്സ്, സോഷ്യൽ മീഡിയ പേജസിലൊക്കെ ലൈക്സ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള വഴികളും ഇതുപോലെ എന്താ പറയുക ഫേക്കായിട്ട് ലൈക്സും ഫോളോയിങ്ങും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജെനുവിൻ കണക്ഷൻസ് ഉള്ള ഓഡിയൻസിനായിട്ട് ജെനുവിൻ കണക്ഷൻസ് വെക്കുന്ന നല്ല ഇൻഫ്ലുവൻസേഴ്സിനെ, ഹൈ എൻഗേജ്മെൻറ്റ് റേറ്റ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വേണം നമ്മൾ നോക്കാനായിട്ട്. മാത്രമല്ല നല്ലപോലെ ഹൈ ക്വാളിറ്റി കണ്ടന്റ് ആണോ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൽ എത്ര കാലമായിട്ട് അവർ ചെയ്യുന്നു അത് എന്നുള്ളത് കൂടി നിങ്ങൾ വിലയിരുത്തിയതിന് ശേഷമായിരിക്കണം ഇൻഫ്ലുവൻസേഴ്സിനെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതാണ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ സെലക്ട് ചെയ്തു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം അവരെ ഓരോരുത്തരെയും റീച്ച് ഔട്ട് ചെയ്യുക. അതിനുശേഷം അവരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്തിനാണ് നിങ്ങൾ അവരെ റീച്ച് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതും എങ്ങനെയാണ് അവർ നിങ്ങൾക്ക് ഒരു ഗുഡ് ഫിറ്റായിട്ട് തോന്നുന്നത്, അതായത് നല്ലൊരു മാച്ചായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അവരുടെ ഇൻഫ്ലുവൻസേഴ്സിനും അതുപോലെ തന്നെ നമുക്കും അത് ഗുണകരമാവുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും നിങ്ങൾ അവരായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ജെനുവിൻ ആയിട്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ഇൻഫ്ലുവൻസേഴ്സായിട്ട് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്സ് ഉണ്ടാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും എക്സ്പ്ലനേഷൻസും ഡിഫൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത്, അത് മേ ബി ഇൻക്രീസ്ഡ് ബ്രാൻഡ് അവയർനെസ് ആയിരിക്കാം. നിങ്ങളുടെ ബ്രാൻഡിനെ പറ്റി കൂടുതൽ ആളുകളിലേക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുക, ആളുകൾക്ക് ഇതിനെപ്പറ്റി, ഈ ഒരു ബ്രാൻഡിനെ പറ്റി ആളുകൾ അറിഞ്ഞിരിക്കണം, ഇന്നൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സേവനം അന്വേഷിക്കുന്ന ഒരു ഓഡിയൻസ് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിന് കൂടുതൽ ട്രാഫിക് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതല്ല ലീഡ് ജനറേഷൻ ആണ് നിങ്ങളുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ അത് നോക്കാം. ഇല്ല സെയിൽസ് ബൂസ്റ്റ് ചെയ്യലാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ ഈ ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾ നിങ്ങളുടെ ഇൻഫ്ലുവൻസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം ക്യാമ്പയിൻ്റെ ഗോൾ എന്താണെന്നുള്ളതും ടൈം ലൈൻ എന്താണെന്നുള്ളതും നിങ്ങളുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് എങ്ങനെയാണ് നിങ്ങളുടെ സെയിൽസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒബ്ജക്റ്റീവിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെയിൻ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്തൊക്കെയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ ഇൻഫ്ലുവൻസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേഷന് കൊളാബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനായിട്ട് നിങ്ങൾ സംസാരിക്കുക, എങ്ങനെയാണ് നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് എങ്ങനെയുള്ള ഒരു കണ്ടൻറ്റാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരുടെ അടുത്ത് നിന്നുള്ളത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെയും അവരുടെയും ആശയങ്ങൾ ഒരുമിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു കോണ്ടൻറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാം. അപ്പോൾ അവർക്ക് ഇൻഫ്ലുവൻസേഴ്സിന് അവരുടേതായ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം, എങ്ങനെയുള്ള കണ്ടൻറ്റുകളാണോ അവർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡിനായിട്ട് റെസണേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഒബ്ജക്റ്റീവ്സിനായിട്ട് നിന്ന് പോകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അവർക്ക് ആ ഫ്രീഡം അനുവദിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കാം, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ അസറ്റ്സ് കൊടുക്കാം, അതായത് ബ്രാൻഡിലുള്ള ലോഗോ അല്ലെങ്കിൽ അതിൻ്റെ ഫോണിൻ്റെ നെയിം, ഫോൺ കളേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു നല്ല രീതിയിലുള്ളൊരു കണ്ടൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻറ്റിൻ്റെ ഫോർമാറ്റും പറഞ്ഞു കൊടുക്കാം, എങ്ങനത്തെ പോസ്റ്റുകളാണ് അല്ലെങ്കിൽ വീഡിയോസാണ്, സ്റ്റോറീസാണ്, ബ്ലോഗ് പോസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ സംഗതിയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഒരു ഇൻഫ്ലുവൻസർ കൊളാബ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എങ്ങനത്തെ രീതിയിലാണ് അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ട്രാൻസ്പെറൻസിയോട് കൂടി തന്നെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ക്രെഡിബിലിറ്റി അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇനി ഏതൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിൻ്റെയും ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പെർഫോമൻസ് ട്രാക്ക് ചെയ്യുക, മെഷർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലും നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കുക. അതിന് റിലവൻ്റ് ആയിട്ടുള്ള മെട്രിക്സും അനലിറ്റിക്സ് ടൂൾസും എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് അതിൻ്റെ റീച്ച് വന്നത്, എൻഗേജ്മെൻറ്റ്സ് എത്രത്തോളം ഉണ്ടായി,
CTR ക്ലിക്ക് ത്രൂ റേറ്റ് എങ്ങനെ വന്നു, കൺവേർഷൻസ് എങ്ങനെ ഉണ്ടായി, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എത്ര സ്പെൻഡ് ചെയ്തു, അതിനകത്തുനിന്ന് നമുക്ക് എത്ര സെയിൽസ് ഓവറോൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മെഷർ ചെയ്യുക, ട്രാക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ എത്രത്തോളം എഫക്റ്റീവ് ആയി എന്നുള്ളത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇതുപോലെയുള്ള സ്ട്രാറ്റജീസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഇൻഫർമേഷൻ കൂടി യൂസ്ഫുൾ ആകും. അപ്പോൾ എപ്പോഴും ഇൻഫ്ലുവൻസേഴ്സിനായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് കണ്ടുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല റിസൾട്ട്സ് ഉണ്ടാക്കി തരുന്ന ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് നിങ്ങളൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് വയ്ക്കുക. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വാല്യൂസുമായിട്ട് സിങ്കായി പോകുന്ന രീതിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും നമുക്ക് ബെനിഫിഷ്യൽ ആവും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സായിട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ വർക്കിനുള്ള അപ്രീസിയേഷൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് അത് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ അവരുടെ കണ്ടൻറ്റുമായിട്ട് നിങ്ങളും എൻഗേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല ഇൻഡിവിജ്വൽ ക്യാമ്പയിൻസിന് പുറമേ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഓൺഗോയിങ് ആയിട്ട് വല്ല കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സായിട്ട് അത് മേ ബി ഒരു കാര്യം സ്പോൺസർ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഒരു ഗിവ് അവേ സ്പോൺസർ ചെയ്യുന്നതിലോ ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് അവരുടെ സോഷ്യൽ മീഡിയ പേജുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തും ഇൻവോൾവ് ആവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ട്രെൻഡ് എന്താണെന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇന്ത്യയിൽ എങ്ങനെയാണോ മുന്നോട്ട് അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണോ പോകുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങളും അഡാപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സ്ട്രാറ്റജീസും അതിനനുസരിച്ചിട്ട് ഏത് പ്ലാറ്റ്ഫോമാണ് ഇപ്പം ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എമർജിങ് ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏത് കണ്ടന്റ് ഫോർമാറ്റാണോ ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മേ ബി റീൽസ് അല്ലെങ്കിൽ ഷോർട്സിലാണ് ആളുകൾ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോ ഫോർമാറ്റ്സ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് മുമ്പൊക്കെ പോസ്റ്റുകളായിരുന്നു ആളുകൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്തിരുന്നത്. അതിനു മുമ്പ് ബ്ലോഗുകളായിരുന്നു, പിന്നെ അത് വീഡിയോയിലേക്ക് മാറി, പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് ആണ്. അപ്പോൾ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള വീഡിയോ കണ്ടന്റ് ഫോർമാറ്റ് അല്ലാന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോംസിനൊക്കെ ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ബ്രാൻഡ്സ് എന്ന രീതിയിൽ നിങ്ങളും വില്ലിങ് ആവുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ഫൈനൽ പോയിന്റ് വരുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രാൻഡിന് അവയർനെസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം മാർക്കറ്റിംഗ് ക്യാമ്പയിൻ്റെ ടാർഗറ്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.